my dear students. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിഫറൻസിയേഷൻ അല്ലേ സ്റ്റാർട്ട് ചെയ്തേ അല്ലേ? അപ്പം ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു എല്ലാവരും? ചെയ്തോ? കറക്റ്റ് ആൻസർ കിട്ടിയോ? ഓക്കെ, സാറൊന്ന് ചെയ്തു തരാം. നിങ്ങൾ ചെയ്തവർക്ക് ചിലർക്ക് കറക്റ്റ് ആയിരിക്കും, ചിലർക്ക് ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നാളെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5. സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5 ആയിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന അപ്പോൾ ഡിഫറൻഷിയേറ്റ് ഫോമുല എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും പഠിച്ചു ഫോമുല. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. കോസ് എക്സിന് എന്താണ് ഡെറിവേറ്റീവ്? മൈനസ് സൈൻ എക്സ്. ടാൻ എക്സിന് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ്. ദെൻ ഏതിൻ്റെയാണ്? കൊസീക്ക് എക്സിന് എന്താണ്? മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. സീക്ക് എക്സിൻ്റെത് സീക്ക് എക്സ് ടാൻ എക്സ്. കോട്ട് എക്സിൻ്റെത് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് അല്ലേ? ഇനി റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? റൂട്ട് എക്സിൻ്റെ 1/2 റൂട്ട് എക്സ് അല്ലേ? റൂട്ട് എക്സ് ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. എന്താണ് എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ്? എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഫോമുല പറയാം. ഇ റൈസ് ടു എക്സ്, വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ്? ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് അല്ലേ? ഇനി ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ പഠിച്ചത് നമ്മൾ? ലോഗ് എക്സ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഫോമുല 1/x അല്ലേ? പിന്നെ പഠിച്ചപ്പോൾ പ്രോഡക്റ്റ് റൂൾ അല്ലേ? പ്രോഡക്റ്റ് റൂൾ അറിയാലോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അല്ലേ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. പിന്നെ കോഷ്യൻ റൂൾ പഠിച്ചു അല്ലേ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, ആ ഫോമുലാസ് എല്ലാം കറക്റ്റ് പഠിക്കണം. ഡെറിവേറ്റീവ് കോൺസ്റ്റൻറ്റ് എന്താണ്? ഡെറിവേറ്റീവ് കോൺസ്റ്റൻറ്റ് 0. ഓക്കെ, കറക്റ്റ് പഠിക്കുക, എന്നാലേ നമുക്ക് കറക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോക്കി സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5. ഇപ്പോൾ ഗിവൺ ഫംഗ്ഷൻ നമുക്ക് y എന്ന് കൊടുക്കാം. y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5. നമുക്ക് dy/dx കാണാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dy/dx ഇത് ഏത് ഫോമാണ്? സൈൻ എക്സ് ഫോമാണ് അല്ലേ? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. അപ്പോൾ സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5 എന്താണ്? കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5. ആൻസർ കംപ്ലീറ്റ് ആയോ? സൈൻ എക്സിൻ്റെത് കോസ് എക്സ് അല്ലേ? അപ്പോൾ സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5 കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5. പക്ഷേ എക്സിൻ്റെ പ്ലേസ് എക്സ് ആണോ? അല്ല, എക്സിൻ്റെ പ്ലേസ് ആരാണ്? എക്സ് സ്ക്വയർ പ്ലസ് 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ എക്സ് സ്ക്വയർ പ്ലസ് 5 ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ? എക്സ് സ്ക്വയറിൻ്റെ എന്താണ്? 2x. എക്സ് സ്ക്വയറിൻ്റെത് 2x, 5ൻ്റെത് 0 അല്ലേ? മൊത്തത്തിൽ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ പ്ലസ് 5 മൊത്തം ഡെറിവേറ്റീവ് എന്താണ്? 2x പ്ലസ് 0 എന്താണ്? 2x ഇൻറ്റു 2x. സോ വാട്ട് ഈസ് ദ ഫൈനൽ ആൻസർ? ഫൈനൽ ആൻസർ 2x കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോസ് ഓഫ് സൈൻ എക്സ്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു കോസ് ഓഫ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു കോസ് ഓഫ് സൈൻ എക്സ്. നമുക്ക് dy/dx ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. dy/dx ഈസ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ എന്താണ് ആൻസർ? കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ് അല്ലേ? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ കോസ് ഓഫ് സൈൻ എക്സ് ആകുമ്പോൾ എന്താവും? കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ്. അപ്പോൾ മൈനസ് സൈൻ എക്സ്. വാട്ട് ഈസ് എക്സ്? സൈൻ എക്സ്. ആൻസർ കംപ്ലീറ്റ് ആയോ? ആൻസർ കംപ്ലീറ്റ് ആയോ? കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ്. ഇപ്പോൾ കോസ് ഓഫ് സൈൻ എക്സിൻ്റെത് മൈനസ് സൈൻ ഓഫ് എക്സ്. എക്സിന് സൈൻ എക്സ്. പക്ഷേ എക്സിൻ്റെ പ്ലേസ് ഇവിടെ എന്താണ്? എക്സിൻ്റെ പ്ലേസ് സൈൻ എക്സ് ആണ്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് സൈൻ എക്സ്? കോസ് എക്സ് അല്ല? അപ്പോൾ ഇൻറ്റു കോസ് എക്സ് ഇവിടെ വരും. ഓക്കെ, സോ ഫൈനൽ ആൻസർ എന്താണ്? മൈനസ് കോസ് എക്സ് സൈൻ ഓഫ് സൈൻ എക്സ്. ഡൗട്ട് ഉണ്ടോ നോക്കി? ഡൗട്ട് ഉണ്ടോ? Next question, sin of ax plus b. Third question. Sin of ax plus b. So given function y is equal to sin of ax plus b. നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? dy/dx ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ dy/dx ഈസ് ഈക്വൽ ടു സൈൻ എക്സിൻ്റെ എന്താ ഡെറിവേറ്റീവ്? സൈൻ എക്സിൻ്റെ കോസ് എക്സ്. അപ്പോൾ സൈൻ എ എക്സ് പ്ലസ് ബി എന്താണ്? കോസ് എ എക്സ് പ്ലസ് ബി. കോസ് എ എക്സ് പ്ലസ് ബി. സൈൻ എക്സിൻ്റെ കോസ് എക്സ്. അപ്പോൾ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി. പക്ഷേ എക്സിൻ്റെ പ്ലേസ് എക്സ് ആണോ? അല്ല, എന്താണ്? എ എക്സ് പ്ലസ് ബി. അപ്പോൾ നമ്മൾ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പഠിച്ചില്ലേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്? ഡൗട്ട് ഇല്ലല്ലോ? അപ്പോൾ സൈൻ എക്സിൻ്റെത് കോസ് എക്സ്. അപ്പോൾ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി
കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി. എക്സിൻ്റെ പ്ലേസ് എക്സ് അല്ല, എ എക്സ് പ്ലസ് ബി ആണ്. അപ്പോൾ ആ പകരക്കാരൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, എന്നാലേ ആൻസർ കംപ്ലീറ്റ് ആവും. സോ പകരം എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് എ എക്സ് പ്ലസ് ബി ആണ്. അപ്പോൾ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എ എക്സ്? എ. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ബി? ബി ഈസ് എ കോൺസ്റ്റന്റ്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് 0? സോ എ എക്സ് പ്ലസ് ബിയുടെ കംപ്ലീറ്റ് ഡെറിവേറ്റീവ് എ. സോ ഇൻറ്റു എ. So, okay, so what is the final answer? A cos ax plus b. Okay, next question ഏതായിരുന്നു? Fourth one. Fourth one. Question. Seek tan root x. Seek tan root x. Okay, so the given function y is equal to seek tan root x. നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? dy by dx ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ dy by dx ഈസ് ഈക്വൽ ടു എന്താ? sec x ന്റെ ഡെറിവേറ്റീവ് sec x ന്റെ sec x tan x. sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x. അപ്പോൾ sec tan root x ൻ്റെത് sec x ൻ്റെത് sec x tan x. അപ്പോൾ സീക്ക് എക്സ് ആണ്, സീക്ക് എക്സ്. അപ്പോൾ സീക്ക് എക്സ്, സീക്ക് എക്സിൻ്റെ സീക്ക് എക്സ് ടാൻ എക്സ്. എക്സ് എന്താണ്? വാട്ട് ഈസ് എക്സ്? ടാൻ റൂട്ട് എക്സ്. അപ്പോൾ സീക്ക് എക്സിൻ്റെത് സീക്ക് എക്സ് ടാൻ എക്സ്, സീക്ക് എക്സിൻ്റെത് സീക്ക് എക്സ് ടാൻ എക്സ്. പക്ഷേ കംപ്ലീറ്റ് ആയോ? ഇൻറ്റു എന്നുകൊണ്ട് ആ എക്സിൻ്റെ പ്ലേസിലുള്ള ഡെറിവേറ്റീവ് അല്ലെ, എക്സിൻ്റെ പകരം കിടക്കുന്ന ഡെറിവേറ്റീവ്. ഇപ്പോൾ എക്സിൻ്റെ പകരം എന്താ കിടക്കുന്നത്? ടാൻ റൂട്ട് എക്സ് ആണ്. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ടാൻ എക്സ്? ടാൻ എക്സിൻ്റെത് സീക്ക് സ്ക്വയർ എക്സ്, ടാൻ എക്സിൻ്റെത് സി സ്ക്വയർ എക്സ്. അപ്പോൾ ടാൻ റൂട്ട് എക്സിന് എന്താണ്? ടാൻ റൂട്ട് എക്സിൻ്റെ സീക്ക് സ്ക്വയർ റൂട്ട് എക്സ്. ടാൻ റൂട്ട് എക്സിൻ്റെ എന്താണ്? സീക്ക് സ്ക്വയർ റൂട്ട് എക്സ്. തീർന്നു. വീണ്ടും എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? ഇവിടെ ടാൻ എക്സ് ആണ് സി സ്ക്വയർ എക്സ്. അപ്പോൾ എക്സ് ടാൻ റൂട്ട് എക്സ് ആകുമ്പോൾ സി സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു വീണ്ടും എക്സിൻ്റെ പ്ലേസ് എന്താണ്? എക്സിൻ്റെ പ്ലേസ് റൂട്ട് എക്സ് ആണ്. വീണ്ടും റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. വാട്ട് ഈസ് ഡെറിവേറ്റീവ് റൂട്ട് എക്സ്? റൂട്ട് എക്സിൻ്റെ 1/2 റൂട്ട് എക്സ്. ഇപ്പോഴേ ആൻസർ കംപ്ലീറ്റ് ആയുള്ളൂ. ക്ലിയർ? ലിസൺ. സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ്. സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ആവുമ്പോൾ ഇത് സീക്ക് എക്സ് ഫോം ആണ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്, സീക്ക് എക്സ് ടാൻ എക്സ്. സോ സീക്ക് എക്സ്, എക്സിന് ആണ് ടാൻ റൂട്ട് എക്സ്. അപ്പോൾ സീക്ക് ടാൻ റൂട്ട് എക്സ് ടാൻ റൂട്ട് എക്സ്, സീക്ക് എക്സ് ടാൻ എക്സ്. ഇനി എക്സിൻ്റെ പ്ലേസ് എക്സ് അല്ല, ടാൻ റൂട്ട് എക്സ് ആണ്. അപ്പോൾ ടാൻ റൂട്ട് എക്സിന് ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ആണ്. ടാൻ റൂട്ട് എക്സ് ഏത് ഫോമാണ്? ടാൻ എക്സ് ഫോമാണ്. ടാൻ എക്സിന് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ ടാൻ റൂട്ട് എക്സിന് എന്താണ്? സി സ്ക്വയർ റൂട്ട് എക്സ്. എഗെയിൻ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ആണോ? അല്ല, എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? റൂട്ട് എക്സ് ആണ്. എഗെയിൻ റൂട്ട് എക്സ് ഉണ്ട്. വാട്ട് ഈസ് റൂട്ട് എക്സ്? 1/2 റൂട്ട് എക്സ്. വാട്ട് ഈസ് ഫൈനൽ ആൻസർ? ഫൈനൽ ആൻസർ സീക്ക് ടാൻ റൂട്ട് എക്സ് tan root x sec square root x divided by 2 root x. Doubt ഉണ്ടോ നോക്കി? Doubt? Doubt ഉണ്ടോ? Anybody? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? നെക്സ്റ്റ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ കോസ് റൂട്ട് എക്സ്. കോസ് റൂട്ട് എക്സ് അല്ലേ? സോ y ഈസ് ഈക്വൽ ടു കോസ് റൂട്ട് എക്സ്. കോസ് എക്സിൻ്റെ എന്താണ്? മൈനസ് സൈൻ എക്സ് അല്ലേ? കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ്. സോ dy by dx ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. വാട്ട് ഈസ് എക്സ്? റൂട്ട് എക്സ് ഇൻറ്റു എക്സിൻ്റെ പ്ലേസ് എന്താണ്? എക്സ് ആണോ? എക്സിൻ്റെ പ്ലേസ് എക്സ് അല്ല, എന്താണ്? റൂട്ട് എക്സ് ആണ്. വാട്ട് ഈസ് ഡെറിവേറ്റീവ് റൂട്ട് എക്സ്? 1/2 റൂട്ട് എക്സ്. സോ ദ ഫൈനൽ ആൻസർ മൈനസ് സൈൻ റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ്. മൈനസ് സൈൻ റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ്. ക്ലിയർ? ദെൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഹോംവർക്ക്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക്. 2 into root cot x square അല്ലേ? 2 into root cot x square. So given
function is y is equal to 2 into root of cot x square. So dy by dx is equal to 2 is a constant അല്ലേ. കോൺസ്റ്റന്റ് മാത്രമാണെങ്കിൽ ഡെറിവേറ്റീവ് 0 ആണ്. പക്ഷേ കോൺസ്റ്റന്റിലൂടെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? കോൺസ്റ്റന്റ് അത് കണക്കിടുക, എന്നിട്ട് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കാണുക. സോ 2 ഇൻറ്റു ഇവിടെ ഏത് ഫോം? റൂട്ട് എക്സ് ഫോം. റൂട്ട് എക്സ് ഫോം അല്ലേ ഇത്? റൂട്ട് എക്സ് ഫോം. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് റൂട്ട് എക്സ്? റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ 1/2 റൂട്ട് എക്സ്. വാട്ട് ഈസ് എക്സ്? കോട്ട് എക്സ് സ്ക്വയർ. ഓക്കെ, റൂട്ട് എക്സിൻ്റെത് 1/2 റൂട്ട് എക്സ്. ഇപ്പോൾ 2 കോൺസ്റ്റന്റ് അത് തന്നെ കിട്ടും. ഇത് റൂട്ട് എക്സ് ഫോം. റൂട്ട് എക്സിൻ്റെത് 1/2 റൂട്ട് എക്സ്. പക്ഷേ എക്സിൻ്റെ പ്ലേസ് എക്സ് ആണോ? അല്ല, എക്സിൻ്റെ പ്ലേസ് എന്താണ്? കോട്ട് എക്സ് സ്ക്വയർ ആണ്. എക്സിൻ്റെ പ്ലേസ് കോട്ട് എക്സ് സ്ക്വയർ. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് കോട്ട് എക്സ് സ്ക്വയർ? കോട്ട് എക്സിൻ്റെത് മൈനസ് കൊസി സ്ക്വയർ എക്സ്. കോട്ട് എക്സിന് എന്താണ്? മൈനസ് കൊസി സ്ക്വയർ എക്സ്. അപ്പോൾ കോട്ട് എക്സ് സ്ക്വയറിൻ്റെത് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് സ്ക്വയർ. കോട്ട് എക്സിന് മൈനസ് കൊസി സ്ക്വയർ എക്സ്. അപ്പോൾ കോട്ട് എക്സ് സ്ക്വയറിൻ്റെത് മൈനസ് കൊസി സ്ക്വയർ എക്സ് സ്ക്വയർ. തീർന്നോ? കംപ്ലീറ്റ് ആയോ? വീണ്ടും എക്സിൻ്റെ പ്ലേസ് എക്സ് ആണോ എക്സ് സ്ക്വയർ ആണോ? എക്സിൻ്റെ പ്ലേസ് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. സോ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 2x. ഇപ്പോഴേ കംപ്ലീറ്റ് ആയുള്ള ആൻസർ. ഓക്കെ, ലിസൺ പ്ലീസ്. സോ 2 ഈസ് എ കോൺസ്റ്റന്റ്. 2 ഇൻറ്റു ഇത് ഏത് ഫോം? റൂട്ട് എക്സ് ഫോം. ഏത് ഫോം? റൂട്ട് എക്സ് ഫോം. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് റൂട്ട് എക്സ്? റൂട്ട് എക്സിൻ്റെ 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സ്. പക്ഷേ എക്സിൻ്റെ പ്ലേസ് എന്തല്ല? എക്സ് അല്ല. എക്സിന് പകരം എന്താണ്? കോട്ട് എക്സ് സ്ക്വയർ ആണ്. കോട്ട് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് കൊസി സ്ക്വയർ എക്സ്. അപ്പോൾ കോട്ട് എക്സ് സ്ക്വയറിൻ്റെത് മൈനസ് കൊസി സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ പ്ലേസ് ഇവിടെ എന്താണ്? എക്സ് സ്ക്വയറിൻ്റെ പ്ലേസ് ഇവിടെ എന്താണ്? 2x ആണ്. ഡൗട്ട് ഇല്ലല്ലോ. സോ നെക്സ്റ്റ് ലിസൺ. ഈ 2 ക്യാൻസൽ ചെയ്യാം അല്ലേ? ഈ 2 ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് ഈ കോട്ട് എക്സ് സ്ക്വയർ. ഈ കോട്ട് എക്സ് സ്ക്വയറിന് വേണമെങ്കിൽ നമുക്ക് സൈനിലോട്ടും കോസിലോട്ടും കൺവേർട്ട് ചെയ്തൂടെ? ലിസൺ ഹിയർ, ന്യൂമറേറ്റർ 2x. ഓക്കെ, ഈ റൂട്ട് കോട്ട് എക്സ് സ്ക്വയർ നമുക്ക് റൂട്ട് കോസ് എക്സ് സ്ക്വയർ, ഓക്കെ, ബൈ റൂട്ട് സൈൻ എക്സ് സ്ക്വയർ എന്ന് എഴുതാമല്ലോ. റൂട്ട് കോട്ട് എക്സ് സ്ക്വയർ റൂട്ട് കോസ് എക്സ് സ്ക്വയർ ബൈ റൂട്ട് സൈൻ എക്സ് സ്ക്വയർ. ഈ മൈനസ് ആൾറെഡി ഇവിടെ ഉണ്ട്. ഓക്കെ, മൈനസ് ഉണ്ട്. ഈ കൊസീക് സ്ക്വയർ എക്സ് സ്ക്വയർ, ഈ കൊസീക് സ്ക്വയറിന് വേണമെങ്കിൽ അടിയിൽ കൊണ്ടുപോയിക്കൂടെ അല്ലേ? വാട്ട് ഈസ് 1/1 സൈൻ സ്ക്വയർ എക്സ്? 1 സൈൻ സ്ക്വയർ എക്സ് കൊസി സ്ക്വയർ എക്സ് അല്ലേ? ഈ കൊസി സ്ക്വയർ എക്സിന് അടി വരുമ്പോൾ എന്താവും? സൈൻ സ്ക്വയർ എക്സിന് എഴുതിക്കൂടെ? സോ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇൻറ്റു ഇവിടെ സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഡൗട്ട് ഉണ്ടോ? സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇൻ ഡൗട്ട്? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കുക പ്ലീസ്. ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കുക. ഡൗട്ടില്ലല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കേ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് മൈനസ് 2x. ഇതങ്ങ് ന്യൂമറേറ്റർ പോകും. ഓക്കെ, ഇതങ്ങ് മുകളിൽ എന്താവും? റൂട്ട് സൈൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതെന്താവും? റൂട്ട് കോസ് എക്സ് സ്ക്വയർ. ഇവിടെയോ സൈൻസ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ. ക്ലിയർ? ഓക്കെ, പ്ലീസ് ലിസൺ. മൈനസ് 2x റൂട്ട് സൈൻ എക്സ് സ്ക്വയർ ന്യൂമറേറ്റർ പോകും. സോ മൈനസ് 2x റൂട്ട് സൈൻ എക്സ് സ്ക്വയർ, ബാക്കി റൂട്ട് കോസ് എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാം നമുക്ക്? നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കി. നെക്സ്റ്റ് സ്റ്റെപ്പ് എനി ഡൗട്ട്? നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഇതാ ഇവിടെ റൂട്ട് സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. റൂട്ട് സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ. നമുക്ക് ഈ സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്യാം. സോ ലിസൺ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ മൈനസ് 2x റൂട്ട് സൈൻ എക്സ് സ്ക്വയർ റൂട്ട് സൈൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഈ സൈൻ സ്ക്വയർ എക്സ് സ്ക്വയറിനെ സൈൻ എക്സ് സ്ക്വയർ, ഓക്കെ, ഇൻറ്റു റൂട്ട് സൈൻ എക്സ് സ്ക്വയർ. സൈൻ എക്സ് സ്ക്വയറിനെ സൈൻ സ്ക്വയറിന് എഴുതാമല്ലോ. അങ്ങനെ എഴുതാം. സൈൻ എക്സ് സ്ക്വയർ ടു സൈൻ സ്ക്വയർ. സൈൻ സ്ക്വയർ എക്സിന് എന്ത് ചെയ്യാം? സൈൻ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ? നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കേ. മൈനസ് 2x ഇവിടുത്തെ ഒരു റൂട്ട് സൈൻ എക്സ് സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്ത് ഈ സൈൻ എക്സ് സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് സൈൻ എക്സ് സ്ക്വയർ എഴുതി കൂടെ? അപ്പോൾ ഇവിടെ റൂട്ട് സൈൻ എക്സ് സ്ക്വയറും ഇവിടെ റൂട്ട് സൈൻ സ്ക്വയർ ക്യാൻസൽ ആവും. നല്ലോണം ക്ലിയർ മനസ്സിലാക്കുക പ്ലീസ്. മക്കളെ ഇവിടെ സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. ഈ സൈൻ സ്ക്വയർ എക്സ് സ്ക്വയറിനെ നമ്മൾ സൈൻ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ എഴുതാം. എക്സ് സ്ക്വയറിന് എക്സ് ഇൻറ്റു എക്സ്. ആ ഫോമിൽ സൈൻ സ്ക്വയർ എക്സ് സ്ക്വയറിനെ സൈൻ എക്സ് സ്ക്വയർ ടു സൈൻ എക്സ് സ്ക്വയർ എഴുതാം.
ഇനി ഈ ഇവിടെ ഈ സൈൻ സ്ക്വയർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് സൈൻ സ്ക്വയർ എഴുതി ഇവിടെ. ആ റൂട്ട് സൈൻ സ്ക്വയർ ഒരു റൂട്ട് സൈൻ സ്ക്വയർ ഒരു റൂട്ട് സൈൻ ക്യാൻസൽ ആവില്ലേ. ബാലൻസ് എന്താണ്? -2x ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ് സ്ക്വയർ റൂട്ട് സൈൻ എക്സ് സ്ക്വയർ. ഒരു റൂട്ട് സൈൻ സ്ക്വയർ പോയി, ബാക്കി ഒരു സൈൻ എക്സ് സ്ക്വയർ. ഡൗട്ട് ഉണ്ടോ നോക്കിയേ? സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടോ? പ്ലീസ് ലിസൺ. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, all of you please listen. Any doubt? Listen please. Next ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. നെക്സ്റ്റ് that is equal to -2x divided by, okay, -2x divided by, ഇത് രണ്ടും കൂടെ ചേർന്ന് ഒറ്റ റൂട്ട്. ഇവിടെ വരെ ചേർന്ന് മാർക്ക് തരാം, എക്സാമിൽ മാർക്ക് തരാൻ. ഫൈനൽ ആൻസർ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആൻസറിലോട്ട് പോകാം. ഇവിടെ നമുക്ക് നോക്കി ഒരു √2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. ന്യൂമറേറ്റർ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം? √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താവും? √2 റൂട്ട് കോസ് എക്സ് സ്ക്വയർ റൂട്ട് സൈൻ എക്സ് സ്ക്വയർ then that is -2 √2x. ഇത് √2 റൂട്ട് കോസ് സ്ക്വയർ റൂട്ട് സൈൻ സ്ക്വയർ മൂന്ന് ഒറ്റ റൂട്ടിനതായി കൂടെ. മൂന്ന് ഒറ്റ റൂട്ടിനത് 2 കോസ് എക്സ് സ്ക്വയർ സൈൻ എക്സ് സ്ക്വയർ പിന്നെ ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ. നമ്മളൊരു ഫോമിൽ പഠിച്ചിട്ടുണ്ട്, +1 പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് 2 sin x cos x? 2 sin x cos x sin 2x അല്ലേ? 2 sin x cos x sin 2x എന്ന് പഠിച്ചിട്ടില്ലേ? 2 sin x cos x sin 2x. ആ ഫോമിൽ ഇവിടെ എന്ത് ചെയ്യാം? ഫൈനൽ ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ഫൈനൽ ആൻസർ -2 √2x ഡിവൈഡഡ് ബൈ 2 ഇത്രയും 2 sin x cos x sin 2x. അപ്പോൾ റൂട്ട് അവിടെ ഉണ്ട്. റൂട്ട് ഈ 2 sin x cos x sin 2x ആണ്. sin 2x പക്ഷെ ഇവിടെ x ആണ് x സ്ക്വയർ ആണ്. അവിടെ x ആണ് x സ്ക്വയർ ആണ്. അപ്പോൾ 2 sin 2x വരെ sin 2x സ്ക്വയർ. നെക്സ്റ്റ് ടൈം sin x സ്ക്വയർ. ഡൗട്ട് ഉണ്ടോ നോക്കി പ്ലീസ്. all of you please once more please listen. നല്ല ക്വസ്റ്റ്യൻ ആണ്, ഹോംവർക്ക് ക്വസ്റ്റ്യൻ. നിങ്ങൾ ചിലപ്പോൾ ഇവിടെ വരെ എവിടെയെങ്കിലും പകുതി വരെയായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയി കാണും അല്ലേ? പകുതിയിൽ സ്റ്റോപ്പ് ചെയ്യാൻ. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ആൻസറിലോട്ട് പോകണം. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എഴുതി പഠിക്കുക. സോ ലിസൺ. ക്വസ്റ്റ്യൻ എന്താണ്? y is equal to 2 √cot x square. y is equal to 2 √cot x square ആണ്. സോ ഇത് ഏത് ഫോം? 2 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ dy/dx is equal to 2 into √cot x square. √cot x square ഏത് ഫോം? √x ഫോം. എന്താ √x-ന്റെ ഡെറിവേറ്റീവ്? 1/2 √x. അപ്പോൾ 1/2 √x. √x വരെ cot x square. ഓക്കെ, ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എക്സിന്റെ പ്ലേസിൽ എക്സ് ആണോ? അല്ല, എക്സിന്റെ പ്ലേസ് എന്താണ്? കോട്ട് എക്സ് സ്ക്വയർ ആണ്. എക്സിന്റെ പ്ലേസ് കോട്ട് എക്സ് സ്ക്വയർ ആണ്. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് കോട്ട് എക്സ്? കോട്ട് എക്സിന്റെ എന്ത് ഡെറിവേറ്റീവ് എന്താണ്? -cosec square x. സോ കോട്ട് എക്സ് സ്ക്വയർ ആണ് -cosec square x സ്ക്വയർ. വീണ്ടും എക്സിന്റെ പ്ലേസ് എക്സ് ആണോ? അല്ല, എക്സിന്റെ പ്ലേസ് എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയറിന്റെ 2x. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്തു? നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ 2 ക്യാൻസൽ ചെയ്തു. മൈനസ് ഇവിടെ ഉണ്ട് -2x. then ഈ cosec square x square അങ്ങ് ഡിനോമിനേറ്ററിൽ പോയി. cosec square ഡിനോമിനേറ്ററിൽ പോകുമ്പോൾ എന്താവും? sin x square ആവും അല്ലേ? cosec square x square ഡിനോമിനേറ്ററിൽ പോകുമ്പോൾ sin square x square ആവും. ഇനി റൂട്ട് കോട്ട് എക്സ് സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്യാം. എന്താ കോട്ട് എക്സ് മീൻസ്? cos x by sin x. അപ്പോൾ റൂട്ട് കോട്ട് എക്സ് ആകുമ്പോൾ റൂട്ട് കോട്ട് എക്സ് സ്ക്വയർ ബൈ റൂട്ട് സൈൻ എക്സ് സ്ക്വയർ. റൂട്ട് കോസ് എക്സ് സ്ക്വയർ ബൈ റൂട്ട് സൈൻ എക്സ് സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി ഈ സ്റ്റെപ്പ് നോക്കിയേ. ഈ റൂട്ട് സൈൻ എക്സ് സ്ക്വയർ ഇവിടെ പോകും, ന്യൂമറേറ്റർ പോകും. സോ -2x റൂട്ട് സൈൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ് സ്ക്വയർ sin square x square. നമുക്ക് ഈ sin square x square നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? sin square x square-നെ sin x square into sin x square. sin square x square എങ്ങനെ എഴുതാം? sin x square into sin x square. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കിയേ, ഒരു sin x square നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? ഒരു sin x square സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് sin x square റൂട്ട് sin x square. ആ ഒരു റൂട്ട് sin x square-ഉം ഒരു റൂട്ട് sin x square ക്യാൻസൽ ആയിട്ട് ബാക്കി -2x ഡിവൈഡഡ് ബൈ റൂട്ട് cos x square. ഇവിടെ ബാലൻസ് ഒരു റൂട്ട് sin x square ഉണ്ട്, ബാക്കി ഒരു sin x square ഉണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്തു? ഇവിടെ റൂട്ട് കോസും സൈനും വന്നുകൊണ്ട് നമ്മളൊരു √2 കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ ചേഞ്ച് വരുമോ? ഇല്ല. സോ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ. അപ്പോൾ -2 √2x ഡിവൈഡഡ് ബൈ ഈ 3 ടൈംസ് റൂട്ടിൽ ഇത് റൂട്ടിൽ ഇപ്പോൾ √2 cos x square sin x square into sin x square. ഓക്കെ, സോ വാട്ട് ഈസ് 2 cos x sin x? നമ്മൾ +1 പഠിച്ചു.
2 sin x cos x എന്താണ് sin 2x ആണ്. അപ്പോൾ റൂട്ട് ഇപ്പോൾ 2 cos x സ്ക്വയർ sin x സ്ക്വയർ ആകുമ്പോൾ റൂട്ട് sin 2x സ്ക്വയർ ഇൻറ്റു sin x സ്ക്വയർ. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. നെക്സ്റ്റ് പ്രോബ്ലം ലിസൺ. Next, differentiate sin of ax plus b divided by cos of cx plus d. Sin of ax plus b divided by sin of ax plus b divided by cos of cx plus d. Sin of ax plus b divided by cos of cx plus d. So, തന്നിരിക്കുന്ന ഫംഗ്ഷൻ y എന്ന് കൊടുക്കാൻ ഏത് ഫോമാണ്? Quotient form ആണല്ലേ? What is quotient rule? Denominator into derivative of numerator minus numerator into derivative of denominator divided by denominator square. ആ ഫോം അല്ലേ? സോ നമുക്ക് ആ ഫോമിൽ ഡെറിവേറ്റീവ് കാണാം. സോ dy by dx is equal to denominator into denominator എന്താണ്? cos cx plus d. Denominator into derivative of numerator. Derivative of numerator of sin ax plus b. What is the derivative of sin x? Cos x. അപ്പോൾ sin of ax plus b ആകുമ്പോൾ cos of ax plus b into എന്തുണ്ട്? ആ എക്സിന്റെ പകരക്കാരൻ ax plus b ആണ്. ax plus b ന്റെ ഡെറിവേറ്റീവ് a ആണ്. ഓക്കെ. അപ്പോൾ ഇൻറ്റു a. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. നെക്സ്റ്റ് സിമ്പിൾ എന്താണ്? മൈനസ്. നെക്സ്റ്റ് സിമ്പിൾ മൈനസ്. അടുത്ത ന്യൂമറേറ്റർ ഇൻറ്റു sin of ax plus b ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ അല്ലേ? What is the derivative of denominator? Cos x ന്റെ എന്താണ്? Minus sin x. Cos x ന്റെ minus sin x. So ഇവിടെ എന്താ ഡെറിവേറ്റീവ്? Minus sin cx plus d. Minus sin cx plus d into എന്താണ്? ഇവിടെ x ന്റെ പ്ലേസ് cx plus d ആണ്. So what is the derivative of cx plus d? c അല്ലേ? Into c. d is a constant ആണ്. അപ്പോൾ 0 ആവും. Into c. Divided by denominator square ആണ് അല്ലേ? Divided by denominator square ആവുമ്പോൾ നോക്കേ cos square cx plus d. So clear അല്ലേ? So okay അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? സോ നെക്സ്റ്റ് സ്റ്റെപ്പ് cos cx plus d cos ax plus b. ഈ മൈനസ് മൈനസ് കൊണ്ട് എന്താവും? പ്ലസ് ആവും. സൈൻ. സോ ഇവിടെ എന്തുണ്ട്? ഒരു എ ഉണ്ട്. ആ എയും കൂടെ എഴുതാം. ഫസ്റ്റ് എഴുതാം. എ cos cx plus d ഇൻറ്റു cos ax plus b. ഇവിടെ പ്ലസ് ഇവിടെ എന്തൊരു കോൺസ്റ്റന്റ് സി ഉണ്ട്. പ്ലസ് സി ഇൻറ്റു സൈൻ ax plus b into sin cx plus d the whole divided by cos square cx plus d. Cos square cx plus d. ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കേ. നമുക്ക് ഈ cos square cx plus d ഉണ്ട്. cos square cx plus d ഉണ്ട്. ഓരോ ടേമിനെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. ഈ cos square cx plus d ഉണ്ട്. ഓരോ ടേം സെപ്പറേറ്റ് ഡിവൈഡ് നോക്കി. ഇവിടെ ഒരു cos cx plus d ഉണ്ട്. ഇവിടെ ഒരു cos square cx plus d ഉണ്ട്. ഒരു cos cx plus d ഒരു cos cx plus d ക്യാൻസൽ ആയാൽ ബാക്കി അടിയിൽ ഒരു cos cx plus d വരും അല്ലേ? സോ ഇവിടെ a cos ax plus b. ഇവിടെ cos cx plus d ക്യാൻസൽ ആയി. ബാക്കി cos ax plus b. ഇനി ഡിനോമിനേറ്ററിൽ ഒരു cos cx plus d ഉണ്ട്. ആ 1/cos. വാട്ട് ഈസ് 1/cos? 1/cos നമുക്ക് സീക്ക് എഴുതി കൂടെ അല്ലേ? 1/cos x sec x അല്ലേ? cosന്റെ റിവേഴ്സ് sec x അല്ലേ? സോ ഇൻറ്റു sec cx plus d. ഡൗട്ട് ഉണ്ടോ? പ്ലീസ് ലിസൺ. നമ്മൾ ഓരോ ടേമിനെയും ഈ ടേമിനെയും cos square cx plus d കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ടേമിനെയും cos square cx plus d ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ടേമിനെയും cos square cx plus d കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ടേമിനെ cos square cx plus ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ cos cx plus d ഒരു cos cx plus ക്യാൻസൽ ആവും. ബാക്കി a cos ax plus b ഡിവൈഡ് ബൈ ഒരു by cos cx plus d ഉണ്ട്. ആ by cos cx plus ന്യൂമറേറ്റർ കൊണ്ടുപോയി cos ഇങ്ങോട്ട് എന്താവും? sec ആവും. c cx plus. ഡൗട്ട് ഇല്ലല്ലോ? പ്ലസ് ഇവിടെ ക്യാൻസൽ ആവൂല അല്ലേ? ക്യാൻസൽ ആവോ? ഇല്ല. പക്ഷേ ഒരു sin cx plus d ഒരു cos cx plus d ചേർന്ന് tan cx plus d ആവൂല. സോ ഇവിടെ c sin ax plus b ഉണ്ട്. c sin ax plus b. നെക്സ്റ്റ് ഒരു sin cx plus d ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു cos cx plus d ഉണ്ട്. വാട്ട് ഈസ് sin cx plus d by cos cx plus d? tan cx plus d. tan cx plus d കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? ഇല്ല. ഇവിടെ വീണ്ടും എന്തുണ്ട്? ഡിനോമിനേറ്റർ വീണ്ടും ഒരു cos cx plus d ഉണ്ട്. വാട്ട് ഈസ് by cos cx plus 1/cos x sec x അപ്പോൾ ഇൻറ്റു എന്ന് വരും. ഇൻറ്റു ഒരു sec cx plus d. So that is the final answer. Clear? Any doubt? Please check the answer. Next question ലോട്ട് പോവാം.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡൗട്ട് ഇല്ലല്ലോ? cos x cube into cos x cube into sin square x square sin square x square sin square x square. So question, differentiate cos x cube into sin square x square. Okay, ഇവിടെ ഏത് ഫോമാണ്? പ്രോഡക്റ്റ് റൂൾ അല്ലേ? അല്ലേ, പ്രോഡക്റ്റ് റൂൾ അല്ലേ? പ്രോഡക്റ്റ് റൂൾ അല്ലേ? യെസ്, പ്രോഡക്റ്റ് റൂൾ ആണ് അല്ലേ? സൈൻ സ്ക്വയർ എക്സ് സ്ക്വയറിന് എങ്ങനെ എഴുതാം? എനി ഡൗട്ട്? സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ, സോറി സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 ആണ്. സോറി, സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 ആണ്. സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5. സോ ലിസൺ, പ്രോഡക്റ്റ് റൂൾ ആണ്. സോ dy by dx is equal to first function. What is first function? Cos x cube into first function into derivative of second function derivative. Okay, ഈ sin square x raised to 5. Sin square x raised to 5 means sin x raised to 5 the whole square അല്ലേ? അല്ലേ? Sin square x raised to 5. Please listen. Sin square x raised to 5 means sin x raised to 5 the whole square അല്ലേ? Sin x raised to 5 the whole square ആണല്ലോ. So first function into derivative second ആവുമ്പോൾ sin square x raised to 5 നമുക്ക് sin x raised to 5 the whole square എഴുതാലോ. ഇത് ഏത് ഫോമാണ്? ഇത് ഏത് ഫോമാണ്? എക്സ് റൈസ് ടു എൻ ഫോം അല്ലേ? ഇത് ഏത് ഫോമാണ്? എക്സ് റൈസ് ടു എൻ ഫോം. എന്താണ് എക്സ് റൈസ് ടു എൻ ഡെറിവേറ്റീവ്? n ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. സോ ഇവിടെ എൻ്റെ സ്ഥാനത്ത് എന്താണ്? 2. അപ്പോൾ 2 ഇൻറ്റു എക്സിന് വരെ എന്താണ്? സൈൻ എക്സ് റൈസ് ടു 5 റൈസ് ടു എൻ മൈനസ് 1 ആകുമ്പോൾ 2 മൈനസ് 1. പ്ലീസ് ലിസൺ. സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഡെറിവേറ്റീവ് സെക്കൻഡ് ആകുമ്പോൾ ഇത് സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5. ഈ സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? സൈൻ എക്സ് റൈസ് ടു 5 ദ ഹോൾ സ്ക്വയർ എഴുതാം. സൈൻ എക്സ് റൈസ് ടു 5 ദ ഹോൾ സ്ക്വയർ ഏത് ഫോമാണ്? എക്സ് റൈസ് ടു എൻ ഫോമാണ്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ? n ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. സോ ഇവിടെ എന്നിന്റെ പ്ലേസ് എന്താണ്? 2 ഇൻറ്റു എക്സിന്റെ പ്ലേസ് എന്താണ്? സൈൻ എക്സ് റൈസ് ടു 5 റൈസ് ടു എൻ മൈനസ് 1 ആകുമ്പോൾ 2 മൈനസ് 1. ആൻസർ കംപ്ലീറ്റ് ആയോ? ആൻസർ കംപ്ലീറ്റ് ആയോ? ഇല്ലല്ലോ. ഇവിടെ എക്സിന്റെ പ്ലേസ് എന്താണ്? സൈൻ എക്സ് റൈസ് ടു 5 ആണ്. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് സൈൻ എക്സ് റൈസ് ടു 5? സൈൻ എക്സിന്റെ എന്താണ്? കോസ് എക്സ്. അപ്പൊ സൈൻ എക്സ് റൈസ് ടു 5 കോസ് എക്സ് റൈസ് ടു 5. സൈൻ എക്സ് റൈസ് ടു 5 കോസ് എക്സ് റൈസ് ടു 5 ഇവിടെ കംപ്ലീറ്റ് ആയോ? വീണ്ടും എക്സിന്റെ പ്ലേസ് എന്താണ്? വീണ്ടും എക്സിന്റെ പ്ലേസ് എക്സ് റൈസ് ടു 5 ആണ്. എക്സ് റൈസ് ടു 5 ഏത് ഫോമാണ്? എക്സ് റൈസ് ടു എൻ ഫോമാണ്. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ? n ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. സോ 5 ഇൻറ്റു എക്സ് റൈസ് ടു 4. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? Okay, so it is a product of two function. First function into derivative of second plus second function into what is second function? Second function sin square x raised to 5. Second function into derivative of first. Derivative of first cos x cube. Cos x cube ഏത് ഫോമാണ്? cos x ഫോമാണ്. What is the derivative of cos x? Cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. അപ്പോൾ cos x ക്യൂബിൻ്റെത് മൈനസ് sin x ക്യൂബ്. cos x ന്റെ മൈനസ് sin x ക്യൂബ്. എക്സിന്റെ പ്ലേസിൽ x ആണോ? എക്സിന്റെ പ്ലേസ് എക്സ് അല്ല, എന്താണ്? എക്സ് ക്യൂബ് ആണ്. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് എക്സ് ക്യൂബ്? എക്സ് ക്യൂബ് ഏത് ഫോമാണ്? എക്സ് റൈസ് ടു എൻ ഫോമാണ്. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ്? n ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ദാറ്റ് ഈസ് 3x സ്ക്വയർ അല്ലേ? എന്നിന്റെ പ്ലേസ് 3x സ്ക്വയർ ആവും. ക്ലിയർ ആണേ? ഡൗട്ട് ഇല്ലല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹിയർ ഇവിടെ ഒരു 2 ഉണ്ട്. സോ ഇവിടെ ഒരു 5, ഇവിടെ ഒരു എക്സ് റൈസ് ടു 4, 2 ഇൻറ്റു 5 10. സോ 10 എക്സ് റൈസ് ടു 4. ക്ലിയർ അല്ലേ? ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. 2 ഇൻറ്റു 5 10, 10 എക്സ് റൈസ് ടു 4 cos x cube sin x raised to 5 cos x raised to 5. ഡൗട്ട് ഇല്ലല്ലോ? സോ ഇവിടെ 10 x raised to 4 cos x cube sin x raised to 5 is 2 minus 1 is 1 but sin x raised to 5 ഇവിടെ ഒരു cos x raised to 5 plus here. സോ ഇവിടെ പ്ലസും മൈനസും ഉള്ള സിമ്പിൾ എന്താവും? മൈനസ് ആവും. മൈനസ് 3x സ്ക്വയർ minus 3x square sin square x raised to 5 sin x cube. ആൻസർ നോക്കേ. ഡൗട്ട് ഉണ്ടോ നോക്കി? ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടോ? പ്ലീസ് ലിസൺ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ ആണേ?
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ കൊണ്ട് മനസ്സിലായാലും ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതിന് ഡെറിവേറ്റീവ് കാണുമ്പോൾ ഏത് ഫോമാണ്? സൈൻ സ്ക്വയർ എക്സ് റേസ് ബൈ ഏത് ഫോമാണ് മക്കളെ? സൈൻ സ്ക്വയർ എക്സ് റേസ് ബൈ സൈൻ ഓഫ് എക്സ് റേസ് ബൈ ഹോൾ സ്ക്വയർ ഫോം. എക്സ് റേസ് ടു എൻ ഫോം എന്താ ഡെറിവേറ്റീവ്? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. സോ എൻ ഇൻറ്റു ആകുമ്പോൾ 2 ഇൻറ്റു x raised to n minus 1 of sin x raised to 5 raised to n minus 1, that is 2 minus 1. Again x in the place x അല്ല, sin x raised to 5 ആണ്. sin x raised to 5 ഇട്ടത് cos x raised to 5. വീണ്ടും x in the place x അല്ല, എന്താണ്? x raised to 5 ആണ്. x raised to 5 ഡെറിവേറ്റീവ് എന്താണ്? 5 into x raised to 4. ക്ലിയർ അല്ലേ? പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ്. അത് ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Okay, next question. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്. ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്. ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്. സോ നമ്മൾ നേരത്തെ ചെയ്ത ഫങ്ഷൻസ് എക്സ് മാത്രമേ ഉള്ളായിരുന്നു അല്ലേ? ഇപ്പോൾ എക്സ് മാത്രം സൈൻ എക്സ് അല്ലെങ്കിൽ സൈൻ റൂട്ട് എക്സ് അല്ലെങ്കിൽ സീക്ക് റൂട്ട് എക്സ് അങ്ങനെ എക്സിൻ്റെ പ്ലേസ് എക്സിൻ്റെ ഫംഗ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. ഇനി നമുക്ക് ഡെറിവേറ്റ് ചെയ്യുന്നത് എക്സും വൈയും കൂടെ തന്നെ ഫംഗ്ഷനിൽ കാണും. തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എക്സും വൈയും കാണും. ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ എക്സും വൈയും ഇടകലർന്ന് വന്ന് ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ എല്ലാ ടേമും ഡെറിവേറ്റീവ് കാണുക. അപ്പോൾ എക്സിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. 2x ഡെറിവേറ്റീവ് 2 ഇൻറ്റു 1 2. 3x സ്ക്വയർ ആകുമ്പോൾ 3 ഇൻറ്റു എക്സ് സ്ക്വയറിൽ എന്താണ്? 2x. വിത്ത് റെസ്പെക്ട് എക്സിലാണ്. ഇനി y വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ കിട്ടും. സോ വാട്ട് ഈസ് ഡെറിവേറ്റീവ് y വിത്ത് റെസ്പെക്ട് എക്സ്? നമ്മൾ എന്താ എഴുതുന്നത്? ഇപ്പോൾ y ഈസ് ഈക്വൽ ടു 2x. ഇങ്ങനെ ഡെറിവേറ്റീവ് y വിത്ത് റെസ്പെക്ട് എക്സിൽ എന്താണ് നമ്മൾ ഇവിടെ എഴുതുന്നത്? dy/dx അല്ലേ? ഇവിടെ 2xൻ്റെ 2 കോൺസ്റ്റന്റ്, എക്സിൻ്റെ 1 2 ഇൻറ്റു 1 2 അല്ലേ? സോ ഇപ്പോൾ ഈ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് എക്സ് എന്ന ഫംഗ്ഷനും കാണും, y എന്ന വേരിയബിൾ, 2 വേരിയബിൾ ഉണ്ടാവും. അത് വെച്ചുള്ള അത് കോൺസ്റ്റന്റ് അല്ല y. ഓക്കെ, ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ, ഇംപ്ലിസിറ്റ് ആകുമ്പോൾ എക്സും വൈയും കിടന്നുള്ള പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫൈൻഡ് dy/dx. ക്വസ്റ്റ്യൻ ഫൈൻഡ് dy/dx. ഫൈൻഡ് dy/dx if x minus y is equal to pi. If x minus y is equal to pi. So find dy/dx if x minus y is equal to pi. അപ്പോൾ dy/dx ഫൈൻഡ് ഔട്ട് ചെയ്യണം. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? x minus y is equal to pi. നമുക്ക് ആദ്യം ഫംഗ്ഷൻ എഴുതാം, സ്റ്റേറ്റ്മെന്റ് എഴുതാം. x minus y is equal to pi. നമുക്ക് ഈ രണ്ട് സൈഡും ഡെറിവേറ്റീവ് കാണാം. ഇക്വേഷൻ്റെ രണ്ട് സൈഡും ഡെറിവേറ്റീവ് കാണാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 അല്ലേ? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സിമ്പിൾ എന്താണ്? മൈനസ്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്? y വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് എന്താണ്? dy/dx. ഇനി വാട്ട് ഈസ് ഡെറിവേറ്റീവ് pi? Pi is a constant. All of you know? Okay, pi is a constant. So what is the derivative? Pi derivative 0. So next step minus dy/dx is equal to ഈ 1 അങ്ങ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -1 ആവും. ഓക്കെ, then minus ക്യാൻസൽ ചെയ്യുമ്പോൾ dy/dx is equal to what is the final answer? dy/dx is equal to 1. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് dy/dx. Find dy/dx. Find dy/dx if y plus sin y is equal to cos x. Y plus sin y is equal to cos x. So find dy/dx if y plus sin y is equal to cos x. Listen, so y plus sin y is equal to cos x. So here നമുക്ക് രണ്ട് സൈഡ് ഡെറിവേറ്റീവ് കാണാം. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് y വിത്ത് റെസ്പെക്ട് ടു x ൽ? y വിത്ത് റെസ്പെക്ട് വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ്? യെസ്, dy/dx. സോ dy/dx പ്ലസ് ഇവിടെ sin y ആണ്, sin x അല്ല. sin x ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ്? സിംപ്ലി sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്.
സോ സൈൻ വൈ ആകുമ്പോൾ ഇൻ ഫോം സൈൻ വൈ വാട്ട് ഇസ് ഡെറിവേറ്റീവ്? യെസ് കോസ് വൈ. കംപ്ലീറ്റ് ആയോ? ഡെറിവേറ്റീവ് കംപ്ലീറ്റ് ആയോ? സൈൻ എക്സിന്റെ ആയിരുന്നെങ്കിൽ കോസ് എക്സ് അവിടെ വിത്ത് റെസ്പെക്ട് എക്സ് കോസ് എക്സ് അവിടെ കംപ്ലീറ്റ് ആവും. സൈൻ വൈ ആകുമ്പോൾ ഇൻ ഫോം കോസ് വൈ ഇൻറ്റു അവിടെ എക്സിന്റെ പ്ലേസ് ആരാണ്? എക്സിന്റെ പ്ലേസിൽ വൈ ആണ്. സോ വൈയും കൂടി വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യണം. വാട്ട് ഈസ് ഡെറിവേറ്റീവ് വൈ വിത്ത് റെസ്പെക്ട് എക്സ്? യെസ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. നല്ലോണം മനസ്സിലാക്കി പ്ലീസ്. സോ നമ്മൾ രണ്ട് സൈഡ് ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മൾ വേണമെങ്കിൽ ഇതിൽ എഴുതാം ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ് ആണ്. സോ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ എക്സിന്റെ കോസ് എക്സ് ഇൻ ഫോമിൽ സൈൻ വൈയുടെ കോസ് വൈ. പക്ഷേ എക്സിന്റെ പ്ലേസ് എക്സിലെ വൈ ആണ്. എഗെയിൻ വൈയുടെ ഡെറിവേറ്റീവ് വീണ്ടും കാണാം. വാട്ട് ഇസ് ഡെറിവേറ്റീവ് വൈ? ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ്. വാട്ട് ഈസ് ഡെറിവേറ്റീവ് കോസ് എക്സ്? മൈനസ് സൈൻ എക്സ്. അപ്പോൾ കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ്. ഓക്കെ, ഇനി ഈ രണ്ട് ടേം ഏത് കോമൺ ആണ്? ഈ ടു ടേംസ് ഡി വൈ ബൈ ഡി എക്സ് കോമൺ അല്ലേ? നമുക്ക് ഈ ടു ടേംസ് ഏത് കോമൺ എടുക്കാം? ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കാം. സോ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇവിടുന്ന് ഡി വൈ ഡി എക്സ് ബാലൻസ് എന്താണ്? 1 പ്ലസ് ഇവിടുന്ന് ഡി വൈ ഡി എക്സ് പോയ കോസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ലിസൺ പ്ലീസ്. സോ രണ്ട് ടൈമിന് ഡി വൈ ബൈ ഡി എക്സ് കോമൺ. സോ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഇവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് 1 പ്ലസ് ഇവിടുന്ന് ഡി വൈ ഡി എക്സ് കോസ് വൈ. സോ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ഫൈനൽ ആൻസർ? dy by dx is equal to ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത റൈറ്റ് സൈഡിൽ ഇപ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് വൈ. സോ dy by dx is equal to മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് വൈ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ find dy by dx if x cube plus y cube is equal to sin of x plus y. s cube plus y cube is equal to sin of x plus y. Find dy by dx. Okay, so നമുക്ക് ചെയ്യാം differentiate both sides with respect to x. Differentiate both sides with respect to x. രണ്ട് സൈഡ് നമുക്ക് വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലേ? വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് എക്സ് ക്യൂബ്? എസ് ക്യൂബ് ആരുടെ ഫോമാണ്? എക്സ് റൈസ് ടു എന്നിന്റെ ഫോമാണ്. എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. ആ ഫോമിൽ എസ് ക്യൂബ് എന്താവും? 3x സ്ക്വയർ ആവും അല്ലേ? എക്സ് റൈസ് ടു n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. സോ 3 ഇൻറ്റു എക്സ് റൈസ് ടു 3 മൈനസ് 1. വാട്ട് ഈസ് 3 മൈനസ് 1? 2 പ്ലസ് അവിടെ കംപ്ലീറ്റ് ആയി. അടുത്ത വൈ ക്യൂബ്. വൈ ക്യൂബ് എന്താണ്? ഇതേ ഫോം എക്സ് റൈസ് ടു n ഫോം n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. അപ്പോൾ വൈ ക്യൂബ് എന്താവും? 3 ഇൻറ്റു y റൈസ് ടു 2 3y സ്ക്വയർ. പക്ഷേ അവിടെ എക്സിന്റെ പ്ലേസ് എക്സ് ആണോ? എക്സിന്റെ പ്ലേസ് വൈ ആണ്. അതുകൊണ്ട് പകരം ആ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് y? യെസ് dy by dx. അപ്പോൾ ഇൻറ്റു dy by dx. ക്ലിയർ? ഈസ് ഈക്വൽ ടു ഇവിടെ sin of x plus y. sin of x plus y. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് sin x? sin x ഇൻറ്റു cos x. അപ്പോൾ sin of x plus y ഇൻറ്റു cos of x plus y. cos of x plus y കംപ്ലീറ്റ് ആയോ? ഇൻറ്റു ആ എക്സിന് പകരം ആരാണ്? എക്സിന് പകരം എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ എക്സിന് പകരം എക്സ് പ്ലസ് വൈ ആണ്. എക്സ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് എക്സ്? എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് വൈ? വൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സ്. വൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാൻ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ്? യെസ് dy by dx. ക്ലിയർ അല്ലേ? dy by dx. ഓക്കെ ആണല്ലോ? സോ നമുക്ക് dy by dx ഉള്ള ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ ഇടാം. ബാക്കി ടേംസ് എല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. സോ ഹിയർ 3y square dy by dx. 3y square dy by dx. ഇവിടെ cos of x plus y കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ cos of x plus y കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ cos of x plus y into 1 cos of x plus y. വീണ്ടും cos of x plus y into dy by dx. cos of x plus y dy by dx എന്ന ടേം ഉണ്ട്. ആ ടേം ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ മൈനസ് cos x plus y into dy by dx. കറക്റ്റ് ആണ്? ഡൗട്ട് ഇല്ലല്ലോ? ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു cos of x plus y into 1 ഉണ്ട്. അതുകൊണ്ട് ഉണ്ട് cos of x plus y. Then ഈ 3x സ്ക്വയറും കൂടെ റൈറ്റ് സൈഡിൽ പോകണം. 3x സ്ക്വയർ റൈറ്റ് സൈഡിൽ പോകുന്നതാവും മൈനസ് 3x സ്ക്വയർ. ക്ലിയർ ആണ്? ഈ 2 ടൈംസ് ചെയ്ത് കോമൺ എടുക്കാം. ഈ 2 ടൈംസ് നമുക്ക് dy by dx കോമൺ എടുക്കാം. സോ dy by dx ഇൻറ്റു വാട്ട് ഈസ് ഹിയർ 3y സ്ക്വയർ മൈനസ് ഹിയർ cos of x plus y. cos of x plus y is equal to cos x plus y minus 3x square. Clear?
നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് dy by dx ആണ്. സോ dy by dx ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ എന്താവും? റൈറ്റ് ഡിവിഷൻ ആവും. സോ കോസ് x plus y minus 3x square divided by 3y square minus cos x plus y. Okay, doubt undo? Okay, okay, listen please. Here function s cube plus y cube is equal to sin of x plus y ആണ്. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. dy by dx ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫൈൻഡ് dy by dx ആണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് dy by dx. ഓക്കെ, ക്വസ്റ്റ്യൻ ഫൈൻഡ് dy by dx. സോ differentiate both sides with respect to x. X cube in derivative x raised to n form, derivative n into x raised to n minus 1. So 3 into x raised to 3 minus 1, that is 3x square. Y cube already ആ form തന്നെ x raised to n form തന്നെ. അപ്പോൾ എന്താ ഡെറിവേറ്റീവ്? n into x raised to n minus 1. So n ന്റെ പ്ലേസ് 3, so 3 into y raised to 3 minus 1 y square. പക്ഷേ ഇവിടെ എക്സിന്റെ പ്ലേസ് എന്തല്ല, എക്സിന്റെ പ്ലേസ് എക്സ് അല്ല, എക്സിന്റെ പ്ലേസ് എന്താണ്? y ആണ്. സോ ആ വൈയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? സോ പകരക്കാരന്റെ ഡെറിവേറ്റീവ് എക്സിന്റെ പ്ലേസിലുള്ള പകരക്കാരന്റെ y കൊണ്ട് ഡെറിവേറ്റീവ് എന്താണ്? dy by dx മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ sin of x plus y. sin x ന്റെ ഡെറിവേറ്റീവ് cos x അല്ലേ? അപ്പോൾ sin of x plus y എന്താണ്? cos of x plus y ആണ്. പക്ഷേ എക്സിന്റെ പ്ലേസ് x അല്ല, എക്സിന്റെ പ്ലേസ് എന്താണ്? x plus y ആണ്. സോ എന്ത് ചെയ്യണം? x plus y യുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് x? 1 plus what is the derivative of y with respect to x? y with respect to x dy by dx. Next step 3 next step okay 3y square. അവിടെ dy by dx ഉള്ള ടേംസ് എല്ലാം ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്യുന്നു. സോ ഇവിടെ 3y square dy by dx ഉണ്ട്. ഈ cos of x plus y കൊണ്ട് dy by dx നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ cos of x plus y dy by dx ഇവിടെ ഉണ്ട്. അത് ഇപ്പുറത്ത് വരുമ്പോൾ minus cos of x plus y dy by dx. ഇനി ഇവിടെ cos of x plus y into 1 cos of x plus y. ഈ 3x square എന്ന ടേം റൈറ്റ് സൈഡിൽ പോകുമ്പോൾ minus 3x square. ഓക്കെ, സോ ഈ രണ്ട് ടേമിൽ ഏത് കോമൺ ആണ്? dy by dx കോമൺ ആണ്. സോ dy by dx കോമൺ. വാട്ട് ഈസ് ദി ബാലൻസ് ഹിയർ? 3y square. വാട്ട് ഈസ് ദി ബാലൻസ് ഹിയർ? minus of x plus y ഈസ് ഈക്വൽ ടു cos of x plus y minus 3x square. നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? dy by dx ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഇവിടെ ഇൻറ്റു അല്ലേ, മൾട്ടിപ്ലൈ ചെയ്തേക്കല്ലേ, റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവിഷൻ. ക്ലിയർ? നെക്സ്റ്റ് ഫൈൻഡ് dy by dx. Find dy by dx if sin x plus cos y is equal to sin x plus cos y is equal to xy is equal to xy. Okay, find dy by dx if sin x plus cos y is equal to xy. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. മീൻസ് dy by dx ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ? ഗിവൺ ഫംഗ്ഷൻ എന്താണ്? sin x plus cos y is equal to xy. So differentiate both sides with respect to x. Differentiate both sides with respect. രണ്ട് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം? with respect to x ഡിഫറൻഷിയേറ്റ് ചെയ്യാം. What is the derivative of sin x? sin x ന്റെ ഡെറിവേറ്റീവ് cos x plus what is the derivative of cos y? cos x ന്റേത് minus sin x. അപ്പോൾ cos y യുടേത് minus sin y. ക്ലിയർ അല്ലേ? മൈനസ് കംപ്ലീറ്റ് ആയോ? എക്സിന്റെ പ്ലേസ് എക്സ് ആണോ? അല്ല, എക്സിന്റെ പ്ലേസ് y ആണ്. സോ പകരക്കാരൻ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ. സോ വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് y into dy by dx. ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഈസ് ഈക്വൽ ടു xy പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ അല്ലേ? ഓൾ ഓഫ് ലിസൺ. xy മീൻസ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ xy മീൻസ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ആയിട്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ? x into derivative second. What is the derivative y? dy by dx. So x into dy by dx. First into derivative second plus what is second function? Y into derivative first എന്താണ്? 1. So first into derivative second plus second into derivative first. Clear? So നമുക്ക് എന്ത് ചെയ്യാം? dy by dx ഉള്ള ടേംസ് ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്യാം. So here minus sin y dy by dx. ഈ ടേംസ് കൂടെ ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ minus x dy by dx. minus x dy by dx is equal to ഇവിടെ y ഉണ്ട്. ഈ cos x എന്ന് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ minus cos x. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഹിയർ ഇവിടെ minus sin by dy by dx. റൈറ്റ് സൈഡ് x dy by dx, അത് ലെഫ്റ്റ് സൈഡിൽ minus x dy by dx is equal to y minus cos x. നമുക്ക് ഈ ടു ടേംസ് ഇത് കോമൺ എടുക്കാം. dy by dx കോമൺ എടുക്കാം. സോ dy by dx into dy by dx കോമൺ. വാട്ട് ഈസ് ദി ബാലൻസ് ഹിയർ? minus sin y minus x. ഓക്കെ ആണോ? So dy by dx into balance minus sin y minus x is equal to y minus cos x. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട dy by dx ആണ്. സോ dy by dx is equal to
dy by dx is equal to y minus cos x divided by minus sin y minus x. So dy by dx is equal to y minus cos x divided by minus sin y minus x. വേണമെങ്കിൽ നമുക്ക് രണ്ടിൽ നിന്ന് മൈനസ് കോമൺ എടുക്കാം. സോ മൈനസ് കോമൺ എടുക്കുമ്പോൾ എന്താവും? ഇവിടുന്ന് മൈനസ് കോമൺ എടുക്കുമ്പോൾ cos x മൈനസ് sin cos x മൈനസ് y എന്നാവും. ഈ ടു ടേംസ് ഇത് മൈനസ് എടുക്കുമ്പോൾ മൈനസ് ഓഫ് cos x മൈനസ് y. ഈ ടു ടേംസ് ഇത് മൈനസ് എടുക്കുമ്പോൾ മൈനസ് ഓഫ് sin y പ്ലസ് x. മൈനസ് മൈനസ് എന്താവും? മൈനസ് ബൈ മൈനസ് പ്ലസ് ആവും. സോ ദ ഫൈനൽ ആൻസർ cos x മൈനസ് y ഡിവൈഡഡ് ബൈ x പ്ലസ് sin y. ഓക്കെ, ക്ലിയർ? ഡൗട്ട്സ് ഇല്ലല്ലോ? ഓക്കെ ആണേ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഫൈൻഡ് dy by dx. ലിസൺ. Find dy by dx. Find dy by dx. If x cube plus 2x square y plus 3xy square plus 4y square is equal to 5. So find dy by dx if x cube plus 2x square y plus 3xy square plus 4y square is equal to 5. So differentiate both sides with respect to x. Differentiate both sides with respect to x. So what is the derivative of x cube? 3x square. Clear aane? So 2 into the derivative of product of two functions x square y. x square by product of two functions നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. So first function x square into derivative second y into dy by dx. Okay ആണേ? Plus second function y into derivative first 2x square and 2x. Okay അല്ലേ? പ്രോഡക്റ്റ് റൂൾ പ്ലസ് 3 into ഇവിടെ എന്ത് റൂളാണ്? ഇതും പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ആണ് x y സ്ക്വയർ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ മക്കളെ? ഫസ്റ്റ് ഫംഗ്ഷൻ x into ഡെറിവേറ്റീവ് സെക്കൻഡ് y സ്ക്വയർ എന്താണ്? x സ്ക്വയറിന്റെ 2x y സ്ക്വയറിന്റെ 2y. കംപ്ലീറ്റ് ആയോ? x ന്റെ പ്ലേസ് x ആണ് അല്ല y ആണ്. y യുടെ ഡെറിവേറ്റീവ് എന്താണ്? into dy by dx. ഓക്കേ, into dy by dx plus second function. What is second function? Y square into derivative first x into 1. Okay, plus 4y square. So 4 into what is y square? Derivative y square ന്റെ 2y. x square ന്റെ 2x ആണ്, y square ന്റെ 2y. കംപ്ലീറ്റ് ആണോ? y x ന്റെ പ്ലേസ് x ആണോ അല്ല x ന്റെ പ്ലേസ് y ആണ്. സോ again y ന്റെ ഡെറിവേറ്റീവ്. What is the derivative y into dy by dx is equal to 5. 5 is a constant. Okay, so what is the derivative? 0. So next step 3x square. നമുക്ക് 2 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. So 2x square dy by dx plus ഇവിടെ 2 into 2 4xy plus ഇവിടെ 3 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3 into 6xy dy by dx. Then 3 into y square 3y square plus 8y അല്ലേ? 8y dy by dx is equal to 0. നമുക്ക് ഈ ടേമിൽ നിന്നും dy by dx കോമൺ എടുക്കാം. സോ dy by dx into 2x square ഇവിടുന്ന് പോയ 6xy ഇവിടുന്ന് പോയ 8y. സോ ഈ 3 ടേംസ് ചെയ്ത് dy by dx കോമൺ എടുക്കും. സോ dy by dx into 2x square plus 6xy plus 8y is equal to ഇവിടെ 3x square റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 3x square റൈറ്റ് സൈഡിൽ പോകുമ്പോൾ minus 3x square. ഓക്കെ, then 4xy റൈറ്റ് സൈഡിൽ പോകുമ്പോൾ minus 4xy. അപ്പോൾ 3x square റൈറ്റ് സൈഡിൽ പോകുമ്പോൾ minus 3x square, 4xy റൈറ്റ് സൈഡിൽ പോകുമ്പോൾ minus 4xy and 3y square റൈറ്റ് സൈഡിൽ പോകുമ്പോൾ minus 3y square. ഓക്കെ, സോ dy by dx എന്താണ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ? dy by dx is equal to minus 3x square minus 4xy minus 3y square the whole divided by 2x square plus 6xy plus 8y. Clear ആണോ? ഡൗട്ട് ഉണ്ടോ നോക്കി?
ലിസൺ പ്ലീസ്. ഇവിടെ once more നമുക്ക് നോക്കാം പ്ലീസ്. The question, s cube plus 2x square y plus 3x square y is equal to 4y square. Okay, 4y square is equal to 5. So s cube into 3x square, ഇവിടെ 2 constant, 2 പുറത്തെടുക്കാം. ഇത് product of 2 function, product of first function into derivative second y ന്റെ dy by dx plus second function y into derivative first x square 2x plus 3 into x y square ആകുമ്പോൾ first function x into derivative second y square 2y into y ന്റെ dy by dx plus second function ഏതാ y square into derivative first x ന്റെ 1. ഇവിടെ നമ്മൾ 3 കോമൺ എടുത്തു. ഓക്കെ, പ്ലസ് 4y square ആണ്. 4 into y square ഉള്ളത് 2y into y dy by dx. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് dy by dx ഉള്ള 3 ടേം കോമൺ എടുത്തു, ബാലൻസ് ടേം റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി dy by dx ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം, ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരും സാറ്. വീഡിയോ ക്ലാസ് നല്ലോണം കാണണം, നോട്ട്സ് കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, താങ്ക് യു.